രാവിലെ ബാലവാടിക്ക് പോകാനുള്ള ഒരു അംഗമാണ് കേട്ടോ. ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ പണികളൊന്നും ഒരുങ്ങിയിട്ടില്ല. ഉള്ളടിക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കുറേ വൃത്തിയാക്കാണ്ട് കേട്ടോ. എൻ്റെ മുകളിലൊക്കെ തുണി. കാരണം എന്താണെന്നറിയോ, 2-3 ദിവസമായിട്ട് നല്ല മഴ ചെയ്തുകൊണ്ട് വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞ് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്നിടും. അവിടെ തുണി താഴയിൽ അഴയ്ക്ക കുറേ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ. അഴയ്ക്ക കെട്ടിയിട്ട് എന്താ കാര്യം? ഒരു കാറ്റുമില്ല, ഒന്നുമില്ല. അപ്പുറത്ത് ഇഷ്ടം പോലെ മരങ്ങളല്ലേ, അതുകൊണ്ട് ആ നനവ് മാറില്ല. പിന്നെ നമ്മൾ എന്തിട്ടെന്നറിയോ, വൈകുന്നേരം ആകുമ്പോൾ ഫാൻ ഇട്ടിട്ട് വെക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണേ ബാലവാടിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ നോക്ക്, ആന കളിക്കുന്നത്. ആ 10 നോക്കിയൊക്കെ 9:45 സമയം. ഇനി അവന്റെ ടീച്ചർ ചീത്ത പറയും മൊത്തേ ഇങ്ങനെ എപ്പോഴെങ്കിലും പോയാലേ. അതാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചാൽ ഇവര് പോവാതെ ഒന്നും പറ്റില്ല കേട്ടോ. സുകന്യക്ക് പോയി കഴിയാണ്ട് ഒരു കാര്യം നടക്കില്ല. 3 ആളും 3 രീതിക്കുള്ള മക്കളാ. കുഞ്ഞിന്റെ കാര്യം മാത്രം ഇപ്പം നോക്കണ്ട, ബാക്കിയൊക്കെ അടിപൊളിയാ. നോക്കി നോക്ക്, അതല്ല രസേ. മുട്ടായിയുടെ കവർ ഫുള്ളും കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചിക്കുക ഫുള്ള്. ഇപ്പൊ ഞാൻ അടിച്ചോരുമ്പല്ലേ ഞാൻ വിചാരിച്ചു, ഇന്നലെ ഞാൻ അടിച്ചോരി ഇട്ടതാണല്ലോ ഭഗവാൻ. എങ്ങനെ ഒരു മുറണ്ട് കടലാസുകളും ഒക്കെ ഇതിന്റെ അടിയിലേ ഫുള്ള്. എന്നിട്ടാണ് ആ തുണികളും ഇതൊക്കെ തിരുമ്പാളൊക്കെ. എന്നിട്ട് മടക്കി വെച്ച തുണികൾ എന്താ എടുത്തിട്ടില്ലേ അമ്മ, ഇത് മടക്കിയിട്ടില്ല കേട്ടോ, മടക്കി വെച്ച ഇത് മടക്കിയിട്ടില്ല കേട്ടോ. ഇതങ്ങനെ പിന്നെ രണ്ടാമത് മടക്കണ്ടാവില്ലേ, അങ്ങനെ ഇങ്ങോട്ട് ഇടും തുണികൾ മൊത്തം. ഒന്ന് പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ പണി ഒരുക്കായിരുന്നു. അവൻ കുളിക്കാ നോക്കടാ, ഇത്ര നേരൊക്കെ കളിച്ചാ മതി കുട്ടി. കണ്ടോ മഴ ചാറാൻ തുടങ്ങിട്ടോ. നോക്ക് പൊന്നു, നമ്മുടെ അടുത്ത് അടി കിട്ടുമ്പോ കളിക്കും. ഇത് നമ്മള് എന്താ ഇതിന് വാങ്ങിയ സ്റ്റിക്കർ കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ഇവർക്ക് എവിടെന്നാ കിട്ടിയാണോ? ഫാനിന്റെ ഒക്കെ ഇതാണ്ടോ ലൈറ്റ്. അതുകൊണ്ട് കുറെ പേർക്കില്ലേ തപ്പലില്ലാണ്ട്. അതാ എന്റെ ദൈവമേ, ഒരു പണിക്ക് 4 പണിയാക്കി തരുമല്ലോ. ഇത് കണ്ടു കഴിഞ്ഞാ ഇതും കൊണ്ട് എന്തോ അല്ലേ, ഇത് 1 പണിക്ക് 2 പണിയാക്കുകയാണ്. അവിടുന്ന് അന്ന് ബീച്ചിൽ പോയില്ലേ, അമ്മൂന് എന്താ ഇതും കൊണ്ട് ഉണ്ടാക്കിയതല്ലേ അമ്മ. എന്തെങ്കിലൊക്കെ ഇപ്പൊ അവളുടെ കളർ എന്താ ഇത് കഴിഞ്ഞൊക്കെ എന്തെന്നറിയോ, ചിത്രം വരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇതും കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് പറയും ഇപ്പൊ പിന്നെ സമയം കിട്ടില്ല കേട്ടോ, നല്ല പഠിക്കാണ്ട്, നല്ല രീതിയിൽ പഠിക്കാണ്ട്. 12 ഇപ്പോൾ എന്താ രാത്രി വൈകുന്നേരം 12 മണി വരെയൊക്കെ ഇരിക്കും. ഞാൻ പറയേ പഠിച്ച് മാർക്ക് കമ്മിയായ അല്ല, ഞാൻ പറയും പഠിച്ച് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റിൽ ചേർത്തുള്ള പൈസ നമ്മുടെ കയ്യിലില്ല കേട്ടോ. പഠിച്ച് മാർക്ക് വാങ്ങിക്കോന്ന് പറയും. അവള് പറയും നിന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വല്ലാണ്ട് അവരെ ഇത് ചെയ്യാനും പറ്റില്ലല്ലോ. ബുക്കുകളൊക്കെ വൈകുന്നേരം നമ്മുടെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ ഇരുന്നിട്ടാണ് കുട്ടികൾ പഠിക്കുക. ഡൈനിങ് ടേബിള്, നമുക്ക് സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇതന്നെ വലിയ കാര്യമൊക്കെ. അപ്പോൾ ബുക്കുകളൊക്കെ അവിടെ വെക്കും. ഇനി ഇതൊക്കെ എടുത്ത് നമ്മൾ മാറ്റി വെക്കണം. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് അപ്പൊ പറയും അല്ലെങ്കിൽ എന്താ പറയാന്നറിയോ, അമ്മ നിന്റെ ബുക്ക് കാണാല്ല പറഞ്ഞിട്ട് രാവിലെ ഇരിക്കും. അതിനുള്ളൊരു അങ്കപ്പാട് കേട്ടോ. പൊന്നുവിന്റെ അച്ഛൻ വന്നടാ. പൊന്നു അതാ മഴ കണ്ടോ, ഗംഭീര മഴയാണ് പറഞ്ഞല്ലേ. നമുക്ക് പണിയൊന്നും ചെയ്യാണ്ടിരിക്കാൻ തോന്നും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. രാവിലെ എന്താ ഉപ്മാവ് ഉണ്ടാക്കി, പിന്നെ എന്താ ചോറും കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് വറുത്തതും കൈപ്പയ്ക്കപ്പേരും. പിന്നെ ഇന്നലെ നമ്മൾ കുട്ടിയേച്ചൻ്റെ വീട്ടിൽ, ഏട്ടൻ്റെ കുട്ടിയേച്ചൻ്റെ വീട്ടിൽ അവരുടെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പറഞ്ഞ 8 മണിക്കാട്ടോ പോയി. 8 മണിക്ക് പോയിട്ട് നമ്മൾ വന്നത് 10 മണിയായിട്ടാണ് വന്നത്. ഇല്ലേട്ടാ 10 മണിയായി. 10 മണിയായി.
നമ്മൾ വീഡിയോ കാണിച്ചിരുന്നു, കുട്ടിയേച്ചനെയൊക്കെ കാണിച്ചിരുന്നു, കുട്ടിയേച്ചൻ്റെ മകൻ്റെ വീടൊക്കെ കാണിച്ചിരുന്നു. പക്ഷെ ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ഫോൺ കൊണ്ടില്ല. നമ്മൾ എന്താ വെച്ചാൽ വേറെ എന്തോ അപ്പോഴേക്കും ഫോണിൽ സ്റ്റോറേജൊക്കെ കഴിഞ്ഞിട്ടേ അത് ശരിയാക്കാൻ തോന്നില്ല. പിന്നെയും കുറേ പിന്നെ അതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളല്ല, നമ്മുടെ അല്ല, വീട്ടിലത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ എന്താ കാണിക്കായിരുന്നു നമ്മൾ അവർക്ക്. ഒരു പ്രാവശ്യം അവിടെ പോയിട്ട് കുട്ടിയേച്ചിനെ കാണിച്ചു, അവരെ വീടും കാര്യങ്ങളൊക്കെ അല്ല, കാണിച്ചു. അവർക്ക് ഇഷ്ടമാണ് കേട്ടോ, എന്താ വെച്ചാൽ വീഡിയോയിൽ വരാന് കാണുന്നവർക്കൂടെ ഇഷ്ടാവണ്ടേ. അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്താ രഞ്ജിയാണ്, ഞാൻ പറയാറില്ലേ കുറേ ആദ്യം വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് രഞ്ജിയാണ് നമുക്ക് വെറൈറ്റി ഓരോ സാധനങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. കേട്ടാ അവൻ ലുലുവിലെ ഷെഫാണ്, പിന്നെ അവനറിയില്ല. ലുലുവിൽ ഷെഫാണ് കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു തരും. ഞാൻ എന്നിട്ട് പറയുന്നു കേട്ടോ, നീ ഉണ്ടാക്കും നന്നായിട്ട് എന്നൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് വിളിച്ചപ്പോഴേ ഇന്നലെ ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ കറി, പൊറോട്ടയൊക്കെ ആയിരുന്നു. എന്താ നമുക്കതല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇനി കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് കേട്ടോ ഞാൻ പണി എടുക്കാൻ തുടങ്ങുള്ളൂ. കുട്ടികൾ പോണതിൻ്റെ മുമ്പേ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഇവിടുത്തെ അടിക്കൽ തുടയ്ക്കലൊക്കെ ചെയ്യും. അമ്മയും സുകന്യയും അവിടെ അടിക്കും തുടയ്ക്കും ഒക്കെ ചെയ്യും കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ അങ്ങോട്ട് പോവും. കറി ഇന്നലത്തെ മീൻ കറി ഉണ്ട്. പിന്നെ വത്സരത്തി ഒരു കഷ്ണം ചക്ക തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചക്കയും ചക്കയും വെള്ളപ്പയറും കൂടെ കൂട്ടിയിട്ട് നമുക്കിന്ന് എന്താ കറി ഉണ്ടാക്കണം. പോരെ? ശരിക്കും പറഞ്ഞല്ലേ ഏറ്റവും വലിയ പണി വീട് വൃത്തിയാക്കിയിട്ട് ഇടല് നല്ലൊരു പണിയാണ് കുട്ടികളുള്ളടത്ത്. അപ്പം അവിടെ അധികം അങ്ങനെ ഇത് വരില്ല. കുട്ടികൾ തുണികൾ വാരിയിടുക എന്താ വെച്ചാൽ എപ്പോഴും മക്കൾ ഇവിടെയാണല്ലോ. പക്ഷെ എല്ലാവരും അവിടെ നിൽക്കുന്ന സമയത്താണോ എന്ന് വെച്ചാൽ അവിടെ നല്ല പണിയായിരിക്കും വൈകുന്നേരം വരെ. ഇതിപ്പോൾ നമുക്കിനി എല്ലാം ചെയ്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ മക്കൾ വരുന്നവരെ വൃത്തിയിൽ കിടക്കും കേട്ടോ. നല്ല മഴ ഉണ്ട് കണ്ടോ. ഞങ്ങൾക്ക് കൂന് ഒരു പ്രാവശ്യം കിട്ടിയിട്ടോ, പിന്നെ കൂന് കിട്ടിയില്ല. എല്ലാവരും ചോദിച്ചിരുന്നു എന്താ പിന്നെ കിട്ടിയോന്ന്. ഇല്ല, എൻ്റെ അമ്മയ്ക്ക് എല്ലാ കൊല്ലം കുറച്ച് കിട്ടി തുടങ്ങി, പിന്നെ തോനെ കിട്ടില്ല. അപ്രാവശ്യം മത്തമ്പള്ളി കയറാൻ പറ്റിയത് പണിയാണ്. ഇടയിൽ ഉണ്ടോന്ന് അറിയുകയും ചെയ്തില്ല. നമുക്ക് എന്താ കൂന് വേറെ എവിടേക്കും പോണ്ട, നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ കൂനുകൾ. ഇത് കഴുകട്ടെ. കുപ്പി ഗ്ലാസ്സുകളും കുപ്പി കപ്പുകളൊക്കെ അല്ലേ വയ്ക്കാൻ ഒരിത്. നമ്മളിവിടെ ഒരു ഷീറ്റ് പോലത്തെ ഒരു സംഭവം വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചില കൂട്ടുകാർ പറയില്ലേ എൻ്റെ അടുത്ത്, ചേച്ചി എന്താ പാത്രം കഴുകുമ്പോഴൊക്കെ കൈ തുടച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതാ കണ്ടോ, ഇവിടുത്തെ വെള്ളം ഇങ്ങനെ വരും കണ്ടില്ലേ. ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മേത്തേക്ക് ഇങ്ങനെ വെള്ളമാവും. അപ്പം ഇതാ കണ്ടോ താഴേക്ക് വീണിക്കണം. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഈ സൈഡിൽ വെള്ളമാവണത്. അല്ലാതെ ഇങ്ങനെ കൈ ഇങ്ങനെ തുടച്ചിട്ടല്ല. ഇവിടെ ഇങ്ങനെ വെക്കുന്നൊരു സാധനം ഓൺലൈനിൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് ഏട്ടനന്ന് വാങ്ങാമെന്ന് പറഞ്ഞതാട്ടോ എൻ്റെ അടുത്ത്. ഞാൻ പൊട്ടിത്ത് എന്ത് പറഞ്ഞോന്നറിയോ, അപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ടിൽ അത് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അത് വേണമായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മുടെ ഈ വീട് വെച്ചിരിക്കുന്നതില്ലേ, ഈ സ്ലാബൊക്കെ വെച്ചിരിക്കുന്നത് എൻ്റെ ഉയരത്തിന് അനുസരിച്ചിട്ടല്ല കേട്ടോ. എൻ്റെ ഉയരത്തിനാണോ വെച്ചാൽ ഇത്രയും കൂടി വേണം കേട്ടാ. അപ്പോൾ സുകന്യയ്ക്കും അമ്മയ്ക്കും എല്ലാവർക്കും പെരുമാറാൻ വേണ്ടിയിട്ട് നമ്മളിത് താഴ്ത്തിയിട്ട്, ഞാൻ ഉയരമുണ്ടല്ലോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ. അത് സുകന്യയ്ക്ക് ഇത്ര വരുമ്പോൾ സുകന്യയ്ക്ക് ഇതിനേക്കാളും ഹൈറ്റ് കമ്മിയില്ലേ. നമ്മളത് ആദ്യമേ അങ്ങനെ ചെയ്തിട്ട് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ എന്താണെന്നറിയോ, ഫുൾ എനിക്ക് ഇത് കൂടെ ഇങ്ങനെ വെള്ളം തെറിച്ചിട്ട് എൻ്റെ മേത്ത് കൂടെ ഫുള്ളും ചളിയാവാൻ തുടങ്ങി. ഈ വെള്ള ടൈലായതുകൊണ്ട് പെട്ടെന്ന് ചളിയാവും കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്നെന്നറിയും. കുഴക്കിണർത്തെ വെള്ളം അടിച്ചും കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കഴുകുക എന്ന് പറഞ്ഞാലേ മഞ്ഞ കളർ പോലെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഒരു വൃത്തി ഉണ്ടാവും. നമ്മൾ ഈ പൈപ്പ് മാറ്റിയിട്ട് സാധാ പൈപ്പ് തന്നെ വെച്ചു കേട്ടോ ഇവിടെ. അപ്പോൾ വെച്ചപ്പോഴല്ലേ നമ്മുടെ ഇത്ര വേഗം വെള്ളം കഴിയുമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം വേഗം വെള്ളം കഴിയുകയാണ്. അതിൽ ഞാൻ പറഞ്ഞു ഇതെന്നെ വെച്ചാൽ മതി, ഇതാവുമ്പോൾ പിന്നെ കുറച്ച് ദിവസമല്ലേ വരുള്ളൂ, വേഗം വെള്ളം കിട്ടും. ഇതിൽ അതിൽ 5 മിനിറ്റും കൂടെ
കഴിയും. ഇത് പറഞ്ഞു വെച്ചാൽ എന്താണ്ടോ ഇങ്ങനെ മെല്ലെ മെല്ലെയോ ഈ ഈ ഇങ്ങനെ പറയുക ഇത് കൂടെ ഒക്കെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളിയിലൊക്കെ കറ പിടിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ അത് പോവേ ഇല്ല. ബെസ്റ്റ് അല്ലേ? നല്ല സ്പീഡിൽ വന്നു കഴിഞ്ഞാലേ എടുപ്പം കുത്തി അവിടെ വീഴുട്ടോ. കാരണം എന്താ കണ്ടോ, മഴ പെയ്തിട്ട് നല്ല പച്ചപ്പായി. ഇവിടെ നമുക്ക് വെള്ളം പോകാനുള്ള ഒരു സൗകര്യം എന്തെങ്കിലുമൊക്കെ സാധനമോ കൂടുതൽ വെള്ളം വരുന്നതാണ്. അപ്പോഴേ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതല്ലേ. അപ്പം നമുക്ക് കണ്ടോ എന്താണ്ടോ നമ്മുടെ ചെണ്ടുമല്ലി ഉണ്ടായിട്ടോ. ഈ ചെണ്ടുമല്ലി വിത്ത് തന്നത് നമുക്കില്ലേ പാലക്കാടുള്ള മാലതി ചേച്ചിയാണേ. അപ്പോൾ ഫസ്റ്റ് പൂത്തത് ചേച്ചിക്ക് കാണിച്ചു കൊടുക്കണ്ടേ അല്ലേ ഏട്ടാ? ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. നമുക്കൊരു ഉണ്ട ഇങ്ങനെ ഉണക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അതിട്ടതാണിത്. അപ്പം അതിന്ന് ഉണ്ടായപ്പോൾ ചേച്ചി ഇതാട്ടോ നമ്മുടെ ചെണ്ടുമല്ലി ഉണ്ടായി. ഇനി ഓണാകുമ്പോഴേക്കും അടുത്ത മാസം വേഗം ഫസ്റ്റല്ലേ ഓണാകുമ്പോഴേക്കും എത്ര എണ്ണം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടായ ഒരുപാട് സന്തോഷം. പിന്നെ ഇതാട്ടോ അടുത്തത് ഇതാ കണ്ടോ, അടുത്തൊരു ചെണ്ടുമല്ലി വിരിയാൻ നിൽക്കുന്നുണ്ട്. മറ്റേത് ഇതാ വിരിയാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ ഇതാ എൻ്റെ ഇത്ര കണ്ട അത്ര ഉയരം വന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നോക്ക്, നമ്മുടെ കുഴൽക്കിണറൊന്നും കാണുകയില്ലല്ലോ. ഇവിടെ ഇനി എന്താണെന്നറിയോ, കാട് വെട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. കാട് വെട്ടാണ്. അപ്പം അമ്മ പറഞ്ഞു കാട് വെട്ടിയാലും 2 ആഴ്ച കഴിയുമ്പോഴേക്കും പിന്നെയും കാടാവും. പിന്നെ എന്തിനാ ഇപ്പം കാട് വെട്ടുന്നത് പറഞ്ഞു. എൻ്റെ വഴുതനങ്ങ തൈയൊന്നും അതുകൊണ്ട് ആയില്ല. വഴുതനങ്ങ തൈയൊക്കെ പോയി. എന്താ പിന്നെ ഇങ്ങനെ മഴ ഇതല്ലേ. മഞ്ഞൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടോ. മഞ്ഞളും ചേമ്പും ഒക്കെ. അതാ ചേമ്പിൻ്റെ കണ്ടില്ലേ. അപ്പോൾ അതാ ആ പുളിമരം കണ്ടോ, പുളിമരത്തിൽ പുളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇപ്രാവശ്യം 1 കിലോയെങ്കിലും കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. 1 കിലോ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ നല്ലതല്ലേ. കാരണം 3 വർഷമായി ഇത് കഴിക്കാൻ തുടങ്ങിയിട്ട്. ഈ 3 വർഷമായിട്ട് നമുക്ക് ഇതൊന്നുമില്ലേ, മുറിച്ച് കളയാൻ പാടില്ല അത്രേ. ഈ ഞങ്ങളിത് മരം മുറിക്കുന്ന സമയത്ത് ഇത് മരം മുറിക്കാൻ വേണ്ടിയിട്ട് ഈ പുളിമരം എന്താ അതിൻ്റെ പുളിയുടെ ഇല വാർപ്പിന്റെ മുകളിലേക്ക് വീണ് കഴിഞ്ഞു വെച്ചാൽ ഇരുമ്പ് ദ്രവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, കോൺക്രീറ്റും ഇരുമ്പൊക്കെ ദ്രവിക്കും പറഞ്ഞു. ഉള്ളതാണോന്നൊന്നും അറിയില്ല. ബലക്ഷയം വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ സൈഡത്തേക്ക് വെട്ടിയപ്പോൾ അപ്പൊ ഞങ്ങൾ ഈ സൈഡത്തേക്ക് വെട്ടിയപ്പോൾ അതാ പുളി ഉണ്ടാവുന്നത്. പച്ചപ്പുളി കാണുമ്പോഴല്ലേ ഉപ്പും മുളകും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കണം. എന്താ അല്ലേ വായക്കൂടെ വായെല്ലാം പല്ല് പുളിക്കാൻ തുടങ്ങിയത് ആലോചിക്കുമ്പോൾ തന്നെ. അപ്പം അവർ പറഞ്ഞു ഇത് മുറിക്കണ്ട, ഇത് നല്ലതാണ് പറഞ്ഞു. അപ്പം നീ അങ്ങനെ ഇരുന്നോട്ടെ. ഇനിയിപ്പോൾ ആ ആൾക്ക് എന്താ വെച്ചാൽ അറിവുള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മളത് കേൾക്കണമല്ലോ. അപ്പം അത് അങ്ങനെ വെച്ചു കേട്ടോ. നമ്മുടെ മുരിങ്ങ കണ്ടില്ലേ, നിങ്ങൾ കർക്കിടകത്തിൽ മുരിങ്ങ കൂട്ടാറുണ്ടോ? ഞങ്ങളിവിടെ കൂട്ടാറുണ്ട് കേട്ടോ. എന്താണത് എന്താ അമ്മ പറയും വാവ് വിളിക്കാൻ പോവും അതുകൊണ്ടാണ് എന്നൊക്കെ പറയും കേട്ടോ. അതിനൊരു കട്ടുണ്ട്, വിഷാംശം ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വീട്ടിൽ നമ്മൾ കറി വയ്ക്കാനൊന്നുമില്ലെങ്കിൽ ഓടിപ്പോയിട്ട് പറിക്കുന്ന സാധനം മുരിങ്ങയാണ്. 2 ഇല മുരിങ്ങയും പരിപ്പും ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഞാൻ തകരയുടെ ഇലയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഇങ്ങനെ ഇരുന്നോട്ടേ അല്ലേ. തകരയുടെ ഇലയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഞാൻ പോവാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൊണ്ട് പോയിട്ടില്ല. ഞാൻ തുടച്ചിട്ടില്ല. തുടയ്ക്കൽ എന്താണെന്ന് വെച്ചാൽ നല്ല വെള്ളം പിഴിഞ്ഞ് തുടച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ നിൽക്കും. നമ്മുടെ ഈ സോഫ കവറ് എന്താണ് ചെയ്ത് ചോദിച്ചിരുന്നു. നമ്മൾ ഈ സോഫ കവറില്ലേ വാങ്ങിയതാണ്, അടുപ്പിച്ചതാണ് കേട്ടോ. തുണി എടുത്തിട്ട് നമ്മൾ അടുപ്പിച്ചതാണ് ഇതേപോലെ. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും 2 എണ്ണം ഒരേപോലത്തെ കളറ് എന്താ വെച്ചാൽ മാറിയിടുമ്പോൾ അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്ന് തിരുമ്പി കഴിഞ്ഞ് വെച്ചാൽ അടുത്തത് ഇടാലോ. അതാ ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ പറയുക, നാട വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ട് ഇത് വെച്ചേക്കാണ്. അപ്പം നമുക്ക് മെഷീനുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന മെഷീനുള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. കാര്യമായിട്ട് പണിയൊന്നുമില്ല. നമ്മുടെ കർട്ടൻ തുണിയില്ലേ, വീട്ടിൽ കർട്ടൻ അടിക്കുന്ന തുണിയില്ലേ, ആ തുണി ഉണ്ടെങ്കിൽ
ആ കട്ടൻ തുണി കൊണ്ട് തുന്നിയിരുന്നേ. കട്ടൻ തുണിയും കൊണ്ട് നമുക്ക് അതാകുമ്പോ കുറച്ച് കട്ടി ഉണ്ടാവും അതുകൊണ്ട് തുന്നിയത്. അതുകൊണ്ട് കാരണം നമുക്ക് തിരുമ്പി കാണുമ്പോഴും ഒരു വൃത്തി തോന്നുന്നുണ്ടല്ലോ. മറ്റേത് എന്താ പറഞ്ഞു വെച്ചാൽ വൃത്തികേടായിട്ടേ എന്താ ഇതെന്താ ഇവിടെ അമ്മിപ്പോയി. അതുണ്ടാവും. അത് കുറച്ച് ഈ തുണി കൂടിയിട്ട് പോകുന്ന ടൈറ്റ് ആയത്. അവിടുത്തെ ആ ഇത് കിട്ടണില്ല. ഇവിടേക്ക് വരുമ്പോഴേക്കും കണ്ടോ അത് ശരിയാക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത കുറേ എന്താ നമ്മളിത് കുറേ ഓടത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമ്മൾ ഈ സാരിയോ പ്ലെയിൻ തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യായിരുന്നല്ലോ. അപ്പോൾ അത് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു. അപ്പോൾ രണ്ടെണ്ണം ആകുമ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ എന്താ മാറ്റിയിടുമ്പോൾ അറിയൂലല്ലോ അല്ലേ. ഞാൻ ഈ കളറാട്ടോ ഉദ്ദേശിച്ചത്. ഈ ഒരു കളറില്ലേ, ഈ ഒരു കളറാണ് ഉദ്ദേശിച്ചത്. ഏകദേശം ആ ഒരു കളറിനെ കിട്ടുകയും ചെയ്തു അല്ലേ. പിന്നെ പറയാത്ത കളറില്ലേ നമ്മുടെ മക്കളില്ലേ, അവർ കുഞ്ഞു മക്കളല്ലേ. പിന്നെ എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ വെച്ചേക്കണത് വെള്ളം വേസ്റ്റ് കുഴിക്കാൻ പോവുക. അവിടെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഇപ്പം സ്ഥിരം നമ്മൾ നമ്മുടെ വീഡിയോസിൽ കുറേ പേര് പറയുന്നൊരു കാര്യമാണ് ചെരുപ്പിടുന്നില്ല. അപ്പോൾ ഈ ചെരുപ്പിടാതെ വരില്ലേ, കുട്ടികളോട് പറഞ്ഞാലും അവരിപ്പോൾ ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് ചിലപ്പോൾ അവിടേക്ക് പോകും, അല്ലെങ്കിൽ അവിടെ ഊരിയിട്ടിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അവർ എന്താ അത് കൂടെ പോണ വെള്ളങ്ങൾ, വാഷിംഗ് മെഷീനത്തെ വെള്ളം, ഇപ്പോൾ പാത്രം കഴുകണ വെള്ളം, തുണി തിരുമ്പണ വെള്ളം ഒക്കെ നമ്മളിങ്ങനെ പുറത്തു കൂടെ ഒഴുക്കി വിടുക ചെയ്യുക. ആദ്യത്തെ വീടുകൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അത് കാരണം ചിലപ്പോൾ കുട്ടികൾ ചളി ചവിട്ടിയിട്ട് ഇങ്ങോട്ട് വരിക, നേരെ വന്നിട്ട് നമ്മളിവിടെ ഇരിക്കും. പിന്നെ എല്ലാവരും പറയണ പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മൾ ശിക്ഷിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആയിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞു മക്കളല്ലേ, നമ്മൾ അപ്പോൾ ഞാൻ ഏട്ടനൊക്കെ അതാണ് കേട്ടോ പറയാ. എന്താ വെച്ചാൽ അവരുടെ ഈ പ്രായത്തിൽ അവർ കളിക്കട്ടെ. ഞങ്ങളുടെ ഒരു മാമൻ്റെ മകൻ ഉണ്ടേ, അവർക്ക് 2 കുട്ടികളുണ്ട്. വീടിൻ്റെ ഉള്ളിൽ നല്ല ഗംഭീരമായിട്ട് വീടൊക്കെ ചെയ്തതാണ്. വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് ABCD ബോർഡിൽ എഴുതി വെച്ച പോലെ എഴുതി വെച്ചേക്കണ ഫുള്ള്. ഞങ്ങൾ പോയപ്പോൾ കണ്ടപ്പോൾ എന്താണ് ഇങ്ങനെ കുട്ടികൾ നോക്കിയൊക്കെ നല്ലൊരു വീട്ടിൽ. അപ്പോൾ പറയാം നമ്മുടെ വീട്ടിലും കൂടി ഇങ്ങനെയില്ല, അത് ഗംഭീരമായിട്ടുണ്ടല്ലോ. നന്നായിട്ടുണ്ടല്ലോ വേറെ പറയാണ്. അപ്പോൾ അവർ പറയാ എന്താ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലല്ലേ കളിക്കാൻ പറ്റുള്ളൂ, വേറെ വീട്ടിൽ പോയിട്ട് അത് ചെയ്താൽ അവർ ചീത്ത അറിയില്ല, അവർ എഴുതി കളിച്ചോട്ടെ. ഞാൻ പറഞ്ഞു നമ്മുടെ വീട്ടിലല്ലേ നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അവർ ചെയ്യട്ടെ. ഞാനും ആ ഒരു പക്ഷക്കാരിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലല്ലേ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താ അന്യരുടെ വീട്ടിൽ പോകുമ്പോൾ അവർക്കത് ആ കുട്ടി എന്താ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നില്ലേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ നോക്കിയൊക്കെ അപ്പോൾ നമ്മുടെ കിച്ചുട്ടൻ തന്നെ ഒതുങ്ങി. ആദ്യത്തെ പോലെ ഒന്നുമില്ല, കിച്ചു എത്ര സൈലൻ്റ് ആയില്ലേ. മോളിലില്ലേ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. മഴ പെയ്തേ, അയ്യോ വിറക് നനയാൻ തുടങ്ങണ്ടേ. ഓണം വരെങ്കിലും വിറക് നിൽക്കണ്ടേ. ഇവിടെ ഒരു സംഭവം, ഒരു ചെടിയുടെ ഇതുണ്ടായിരുന്നു കേട്ടോ, അത് അച്ചു കൊണ്ടേ കളഞ്ഞു തോന്നുന്നുണ്ട്. മഴ ചാർന്ന് മഴ കൊണ്ട് കിടക്കില്ല. വെള്ളം ഇതില് വെള്ളം പോണില്ലേ. ഈ സൈഡിൽ കൂടി ആ സൈഡിൽ കൂടി വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ട് കേട്ടോ. എന്താ ചേട്ടാ അത് പറയണത്. ആനയൊക്കെ വന്ന് അവിടെ നിൽക്കുകയാണ് പറഞ്ഞാൽ ആരെങ്കിലും അറിയോ? കല്ലടിക്കോട മലയിന്നൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ എവിടെയെങ്കിലൊക്കെ വന്ന് നിൽക്കുകയാണെന്ന് വെച്ചാൽ ആരെങ്കിലും അറിയോ? ഒരിക്കലും അറിയില്ല അല്ലേ. പിന്നെന്താ, എന്നിട്ട് ഇതിൻ്റെ ഇവിടെ വന്ന് നിൽക്കുകയാണെന്ന് വെച്ചാൽ അറിയോ? ഒരിക്കലും അറിയില്ല. പിന്നെ ഇതാ ഭാഗം കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ കാട്ടുചേന ഇഷ്ടം പോലെ ഉണ്ടായിരുന്നാണ്. ഒരാൾ വന്നിട്ടില്ലേ ഫുള്ള് പറിച്ചിട്ട് പോയി. കർക്കിടക മാസല്ലേ, വള്ളിയും മുറിച്ചിട്ട് പോയി. എനിക്ക് സങ്കടം വന്നിട്ടോ. ഞാൻ വിചാരിച്ചു ഈ കർക്കിടക മാസല്ലേ വന്നത്, അപ്പം അതും കൊണ്ട് ഒരു കാട്ടുചേന മോരൊഴിച്ച് കറി വെക്കാലോ എന്നൊക്കെ വിചാരിച്ചു. ഇന്നലെ മാമൻ്റെ വീട്ടിലൊക്കെ മോരൊഴിച്ചിട്ട് കാട്ടുചേന കറിയെന്ന് പറഞ്ഞപ്പോൾ ഒന്നന്ന് അത് വെക്കാൻ വിചാരിച്ചു.
മരുന്നിനും കൂടി ഇല്ല കേട്ടോ സാധനം. ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയില്ല. നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ കാട്ടുചേനല്ലേ നല്ലതാണ്. ചേന നല്ല പുളി ഒഴിച്ചിട്ട്, പുളി പറഞ്ഞാൽ പുളിപ്പുള്ള, അത്യാവശ്യം പുളിപ്പുള്ള മോരൊഴിച്ചിട്ട് കറി വെക്കുക. ഇന്ന് തന്നെ കൂട്ടാട്ടോ. ചിലവർ പിറ്റേ ദിവസത്തേക്ക് എടുത്തേക്കും. ചെറിയൊരു ഒമച്ചിലുണ്ടാവും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ഇതല്ല, ചെറുതായിട്ട് നമുക്കൊരു ചൊറിയണ പോലെയൊക്കെ ഒരു ഫീൽ വരും. പക്ഷെ എന്താ വിരയ്ക്ക് നല്ലതാത്രേ, വയറുവേദനയ്ക്ക് നല്ലതാത്രേ, അങ്ങനെ കുടലിന് സംബന്ധമായിട്ടൊക്കെ നല്ല സാധനമാണെന്ന് പറയും. അല്ല, നല്ല മരുന്നുകൊണ്ട് ആവുന്നത് കൊണ്ട് തന്നെയല്ല അയാൾ ഒക്കെ പെറുക്കിയിട്ട് പോയത്. ഞാനത് കൊണ്ടുപോയത് ആ ഭാഗത്തിൽ ചെറുത് കൂടി പറിച്ചിട്ട് പോയി. ശരിക്കും നമ്മൾ മോര് കൂട്ടാൻ എങ്ങനെ വെക്കുക അതന്നെ, വേറെ അതിൽ വേറൊന്നും ചെയ്യില്ല. ചിലവര് ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ചിലവര് ചൊറിച്ചിട്ട് കൂടുന്നുണ്ട്. തണ്ട് ചൊറിയില്ല കേട്ടോ. തണ്ട് എങ്ങനെ വെച്ചാലും ചൊറിയില്ല. തണ്ട് ചക്കക്കുരും പുളിയൊക്കെ വെച്ചിട്ട് നമ്മൾ വെക്കില്ല, അങ്ങനെ വെച്ചാലും ചൊറിയില്ല. മോര് കൂട്ടാൻ വെച്ചാലും ചൊറിയില്ല. പക്ഷെ ചേനയ്ക്കൊരു ഒമച്ചില്, ചൊറിച്ചിലല്ല, നമുക്കൊരു തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഇത് വരുന്ന പോലെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ശരിക്ക് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കി നോക്കൂ കേട്ടോ, കിട്ടണവര്. കാരണം നല്ലതാണ്. നമ്മൾ ശരിക്കും പല സാധനങ്ങളും നമുക്ക് അറിയുന്നത് നമ്മൾ വെക്കണില്ല. ഇപ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല, കുട്ടികൾക്ക് ഇത് ഇഷ്ടമല്ല പറഞ്ഞിട്ട്. പക്ഷെ അതൊക്കെ വെച്ച് കഴിക്കാൻ കൊടുക്കണം മക്കൾക്ക് അല്ലേ. ഇപ്പം മത്തൻ്റെ ഇല എന്ന് പറഞ്ഞാൽ താളിപ്പുണ്ടാകുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് കുഴപ്പമില്ല. അമ്മൂൻ്റെ സ്കൂളിൽ ഒരു ദിവസം താളിപ്പ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയപ്പോൾ എനിക്ക് വേണ്ട ഇലക്കറി പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളുണ്ട്. കട്ടൻ ചായയും ഉപ്പുമാവും. പാൽ ചായക്ക് പാൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പാൽ വേണമെങ്കിൽ പാൽ ഒഴിക്കാം, കട്ടൻ വേണമെങ്കിൽ കട്ടൻ ഉണ്ടാക്കാം. ഇതേ നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അവിടെ ത്രിമധുരം കൊടുത്തപ്പോൾ കിട്ടിയതാണ്. ഇതിലില്ലേ രാവിലെ നമ്മൾ ചന്ദനത്തിരി കുളത്തേക്കും, അച്ചുട്ടി അവിടെ കുളത്തേക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ചന്ദനത്തിരി കുളത്തേക്കിട്ടാ. അപ്പോൾ എവിടേക്കാണ് പോണത്? നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? ഇതിത്തെ വെണ്ണല്ലേ, 3/4 ഭാഗം അമ്മൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. വെണ്ണല്ലേ? അമ്മൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. അമ്മു +2 പാസ്സായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തിൻ്റെ ചോറ് കൊടുക്കലിന് വേണ്ടി ഒന്നുമില്ല, അങ്ങോട്ട് പോകാൻ. ഇത്രയും ചെറുതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒറ്റയ്ക്കില്ലേ, നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്താ അവിടെ നിന്ന് പിന്നെന്താ കിട്ടിയത്? ഇതന്നെയല്ലേ പഴം, 3 പഴം, വണ്ടിയും കൊണ്ട് പോകണം. അച്ചുട്ടി കണ്ടോ, തലയിൽ ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. അവൾ തന്നെ സ്വയം ഓരോന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ അവൾക്കൊരു ചോപ്പും കൂടി ആക്കണമെന്നുണ്ടായിരുന്നു. അതാണ്ടോ നമുക്ക് ഇനി കുറച്ചും കൂടി അവിടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇന്ന് നമുക്കിത് സാധനങ്ങളൊക്കെ തിരിച്ചു വയ്ക്കാനും ഇതിനൊക്കെ സമയം വേണം. നമ്മുടെ വിശേഷം നിർത്തുകയാണ്. 1.5 പണിയാണ്. എല്ലാവരും പാടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ നേരത്തിനകത്ത് മുക്കറായിട്ട് പണിയുണ്ട്. പണി കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഭക്ഷണം കഴിക്കട്ടെ, സമയം. ഇതിന്റെ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയാലാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സമയം ഇപ്പോൾ 10:30 കേട്ടോ. ഇങ്ങനെ ചാക്കിട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. സമയം 10:30. സമയം വിശന്നിട്ട് വയ്യ. ഇനി നമുക്കില്ലേ ഇനി എന്ത് പണികൾ കേട്ടോ. തുണികൾ കുറേ മടക്കി വയ്ക്കാണ്ട്, ബെഡ് വിരിച്ചിടാണ്ട്, ഒന്നും നമ്മൾ കാണിക്കില്ല. എന്താ പിന്നെ വീട്ടിൽ എന്തെങ്കിലും കറി ചക്ക കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് നോക്കണം. അതിന് കുറച്ച് നേരം നിൽക്കണമല്ലോ. ഇപ്പം അമ്മ എന്താ ഷുഗർ നോക്കാൻ വേണ്ടി പോയിട്ടോ, കടമ്പഴിപ്പുറം പോയിരിക്കുകയാണ്. മരുന്ന് 1 മാസത്തേക്കുള്ള മരുന്ന് കിട്ടുമല്ലോ, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയിക്കുകയാണ് കേട്ടോ. നമ്മുടെ വിശേഷം നിർത്തുകയാണ്. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതൊക്കെ ഒന്ന്
പാക്ക് ചെയ്ത് തരംതിരിച്ച് ഓരോന്ന് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ അവർക്കൊന്ന് ആവണ വരെ നമ്മൾ തന്നെ അത് ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മുടെയും കൂടി എല്ലാവരുടെയും പാടെയല്ലേ, ഇപ്പോൾ ഒരാൾക്കല്ലല്ലോ, എല്ലാവരുടെയും പാടെയാകുമ്പോൾ എല്ലാവരും പാടെ കഷ്ടപ്പെട്ടാലല്ലേ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മളൊറ്റയ്ക്ക് ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ സാധനങ്ങൾ അന്ന് സാധനങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങിച്ച സാധനങ്ങൾ കിടക്കുന്നുണ്ട്, ഇത് കിടക്കുന്നുണ്ട്. അപ്പം അത് സാധനങ്ങൾ നമുക്കും ഇതേപോലെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെയും സപ്പോർട്ട് വേണം, ഉണ്ടാവണ്ടേ? നമ്മൾക്ക് അവരുടെയും സപ്പോർട്ട് വേണം, അവർക്ക് നമ്മുടെയും സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കാരണം ഇതിനെപ്പറ്റി നമ്മൾക്ക് ഒരുപാട് അറിവില്ലാത്ത ആൾക്കാരും ആയതും കൊണ്ട് എല്ലാവരും ഉണ്ടെങ്കിൽ എങ്ങനെ പറയാ ഇപ്പൊ ഇത്രയൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ ഒരു അബദ്ധം പറ്റിയല്ലേ? ആ കവർ വാങ്ങി, പേപ്പർ കവർ വാങ്ങി മാറിപ്പോയി. അതിനിപ്പോൾ ആദ്യത്തേലും ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചോ. എന്താ ഒരുമ ഉണ്ടെങ്കിൽ ഒലക്കയിലും കിടക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ എല്ലാവർക്കും പാടുള്ളതാണ്. ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു, സുകന്യയ്ക്കും അനിയനും പാടെയെന്ന് പറയുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? എല്ലാവർക്കും പാടെ കൂടിയിട്ടല്ലേ, എന്താ അങ്ങനെ പറഞ്ഞത് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ടല്ല, നമ്മളിപ്പോൾ യൂട്യൂബിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നുമില്ല എന്നുള്ളൊരു തോന്നലില്ല, കുറേ പേരായിട്ട് പറയുന്നല്ലേ. അവർക്കത് ചെയ്തോട്ടെ, അവർക്ക് ചെയ്തോട്ടെ. അപ്പോൾ അവർക്ക് ഇതിന് താല്പര്യമില്ല പറയുമ്പോൾ അവർക്കൊരു വഴി നമ്മൾ കാണിച്ചു കൊടുക്കല്ലേ. അവരെ വേറെടുത്ത് നിർത്തല്ലല്ലോ, നമ്മളതിൻ്റെ കൂടെ നിൽക്കുക തന്നെയല്ലേ ചെയ്യുള്ളൂ. പിന്നെ അതിൽ വേർപെടുത്തലിൻ്റെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മളതിൻ്റെ കൂടെ അവരൊപ്പം നിൽക്കുന്നുണ്ട്. അവർക്ക് എന്താണ് വേണ്ടത് അതെല്ലാം നമ്മൾ ചെയ്തിട്ട് അവർ കൂടെ തന്നെ നിൽക്കണില്ലേ. കുടുംബം നന്നായി പോവല്ലേ വേണ്ടു, അത് നമ്മൾ ചെയ്യണ്ടല്ലോ. പിന്നെ അതിൽ കാര്യമൊന്നുമില്ല. പിന്നെന്താ, ഞാൻ വർത്താനം പറയാൻ വിടുന്നില്ല എന്നുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വർത്താനം പറയാൻ വിടാണ്ടല്ല, ഇവർ സംസാരിക്കാത്തതും കൂടി ഞാൻ സംസാരിക്കുകയാണ്. ഇവർ ഇടയ്ക്കേറി പറയുന്ന പോലെയല്ല, ഇവരെന്തെങ്കിലും പറയുക വെച്ചാൽ അപ്പോൾ അവർ എല്ലാവരും അമ്മയെന്ന് വെച്ചാലും സുകന്യയെന്ന് വെച്ചാലും അപ്പം അവിടെ നിൽക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ പറയാതെ ഞാനും കൂടി എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് വെറുതെ നിന്നിട്ട് എന്താ ഒരു കാര്യം പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ പറയണ്ടേ? സത്യം പറയാ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആരെയും എങ്ങനെ പറയുക, ആർക്കും ഒരവസരം കൊടുക്കാണ്ടല്ല. അവർ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പറയേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് കുറേ പഴികളും നമ്മൾ കേൾക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. അപ്പോഴേ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. എന്തായാലും ഇന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് ഇടുന്ന വിചാരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഇടാൻ പറ്റട്ടെ. അപ്പോൾ അനിയനൊക്കെ ലീവാണ്. അപ്പോൾ എല്ലാവരും ആശുപത്രി പോകേണ്ടത് എന്താ മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ വേഗം വരുന്നുണ്ടാവും. ഡോക്ടറെ കണ്ട് മരുന്ന് കിട്ടിയാൽ. ഇപ്പോൾ പനി സീസണാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ എനിക്ക് വിശന്നിട്ട് പോയി കേട്ടോ. ഞാൻ 4:20 തുടങ്ങിയതാണ്. വർക്കൗട്ടിനും പോയി കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കുഴഞ്ഞ് കിടക്കും. നാളെ കാണാം.